ഊണ് കഴിക്കുമ്പോൾ കൂടെ പപ്പടം കാച്ചിയത് വേണം നിർബന്ധമുള്ള ആൾക്കാരല്ലേ ഒരുവിധം മലയാളികളൊക്കെ. പണ്ടൊക്കെ ചായയുടെ കൂടിയും പപ്പടം കാച്ചിയത് കഴിക്കുന്നു പറയാനായിട്ടുണ്ട്. ഇപ്പം ഇന്ന് പപ്പടം കൊണ്ടൊരു മുളകൂശത്തിൻ്റെ റെസിപ്പിയാണ്. ആദ്യം അതിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പടം എടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എണ്ണയിൽ കാച്ചി മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയ ശേഷം അതൊരു തിള വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയും കുറച്ചും കൂടി മിക്സഡ് ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നമ്മൾ പപ്പടം ഇട്ട ശേഷം ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാം ഒരു നന്നായിട്ടൊരു തിള വരുമ്പോൾ നമ്മൾ ഈ കാച്ചി വെച്ച പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കുറേ പപ്പടം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് 2 ട്രിപ്പായിട്ട് ഞാൻ പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പപ്പടം മതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് നിറച്ച് പപ്പടം ഉള്ളതാണ് ഇഷ്ടമായി കൂട്ടാനിൽ. ഇത് ഊണ് കഴിക്കാറാകുമ്പോഴേക്ക് ഇത്തിരി നല്ല തിക്കാവും കേട്ടോ. കുറേ പപ്പടം ഇടുമ്പോൾ ഇത്തിരി ഗ്രേവി വേണമെങ്കിൽ കുറച്ച് പപ്പടം ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് പപ്പടം ഇട്ട ശേഷം നന്നായി കറി ഒന്ന് മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, നിറയെ ചെറിയുള്ളിയും കൂടി അങ്ങോട്ട് മൂപ്പിച്ച് കൂട്ടുക. നല്ല ടേസ്റ്റാട്ടോ, ട്രൈ ചെയ്ത് നോക്കൂ.